പി.സി. ജോർജും ജനപക്ഷവും ബി.ജെ.പിയിലേക്ക്. അംഗത്വമെടുത്ത് ബി.ജെ.പിയോടൊപ്പം ചേരാൻ തീരുമാനിച്ചെന്ന് പി.സി. ജോർജ്. വിവരം ബി.ജെ.പി നേതാക്കളെ അറിയിച്ചെന്നും ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് ബി.ജെ.പിയാണെന്നും പി.സി. ജോർജ് പറഞ്ഞു. 24 ബിഗ് ബ്രേക്കിംഗ്. ജനപക്ഷം എന്ന പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നത് ബി.ജെ.പിയോടൊപ്പം പോവുക എന്ന് തന്നെയാണ്. ബി.ജെ.പിയുടെ പോവുക എന്ന് പറയുമ്പം ബി.ജെ.പിയിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിൽ ചേരണം എന്ന അഭിപ്രായമാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായത്. സീറ്റിന്റെ കാര്യമൊന്നും ഞങ്ങളുടെ സീറ്റൊന്നും പ്രശ്നം, ഞങ്ങൾ ബി.ജെ.പി ചേരുക എന്ന അഭിപ്രായമാണ്. അങ്ങനെ ബി.ജെ.പി ചേരുക എന്ന അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ സീറ്റിന്റെ കാര്യത്തിനെ പറ്റി ബി.ജെ.പി അല്ല നിശ്ചയിക്കും, നമ്മളല്ലല്ലോ. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, പി.സി. ജോർജ് ബി.ജെ.പിയിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തതിന്റെ പിന്നിൽ എന്താണ്? കഴിഞ്ഞ കുറെ നാളുകളായി ബി.ജെ.പിയുമായി അടുത്ത് അല്ലെങ്കിൽ എൻ.ഡി.എയുമായി അടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ യു.ഡി.എഫിലേക്കോ എൽ.ഡി.എഫിലേക്കോ തിരിച്ചു പോകാൻ സാധിക്കാത്ത തരത്തിലുള്ള അകലിച്ച പി.സി. ജോർജിന് ജനപക്ഷത്തിനും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ അദ്ദേഹം ബി.ജെ.പിയുമായി അടുക്കുന്നു അല്ലെങ്കിൽ എൻ.ഡി.എയുടെ ഘടകകക്ഷിയാകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും ബി.ജെ.പിക്കൊപ്പം തന്നെ അവരുടെ നിലപാടുകൾ പിന്തുടർന്നാൽ മതി, അവർക്കൊപ്പം നിന്നാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്നത്. അപ്പോൾ സീറ്റ് മത്സരിക്കുമോ, പത്തനംതിട്ടയിലോ കോട്ടയത്തോ ഒക്കെ പി.സി. ജോർജിന്റെ ജനപക്ഷം മത്സരിക്കുമോ എന്നുള്ള ചോദ്യം നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പാർട്ടിക്കുള്ളിലും അവരുടെ പാർട്ടിക്കുള്ളിലും നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു 5 അംഗ സമിതിയെ പാർട്ടി നിയോഗിച്ചത് എന്നാണ് പി.സി. ജോർജ് പറയുന്നത്. ഈ സമിതിയുടെ ഒരു കണ്ടെത്തൽ എന്ന നിലയ്ക്കാണ്, ഒരു വിലയിരുത്തൽ എന്ന നിലയ്ക്കാണ് ബി.ജെ.പിയിലേക്ക് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയതെന്ന് പറയുന്നു. ഒപ്പം തന്നെ സംസ്ഥാന സമിതിയിലുള്ള ഭൂരിഭാഗം ആളുകളും ബി.ജെ.പിക്കൊപ്പം ചേരണം എന്നൊരു തീരുമാനം കൂടി എടുത്തു. അതായത് ഒരു ലയനമല്ല ഉദ്ദേശിക്കുന്നത്, നേരെ മറിച്ച് പി.സി. ജോർജ് അടക്കമുള്ളവർ ബി.ജെ.പിയിൽ അംഗത്വമെടുത്ത് ബി.ജെ.പി ആകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തി എന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ നമ്മളോട് പി.സി. ജോർജ് പറഞ്ഞത്. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായി എൻ.ഡി.എ ൊപ്പം നിൽക്കാനുള്ള ശ്രമം പി.സി. ജോർജ് നടത്തിയിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ബി.ജെ.പി ആകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പി.സി. ജോർജ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ഒരു ബി.ജെ.പിയിൽ അംഗത്വം എടുക്കുന്ന ഒരു നടപടി ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. നേതാക്കളെല്ലാം തന്നെ, സംസ്ഥാന സമിതിയിലുള്ള എല്ലാ നേതാക്കളും പി.സി. ജോർജിന്റെ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിനൊപ്പം ഉണ്ട് എന്നാണ് പി.സി. ജോർജ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തതയില്ല. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കും. ബി.ജെ.പി നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന് പി.സി. ജോർജ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മറുപടി ലഭിച്ചാൽ ഉടൻ തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടായേക്കുമെന്ന് തന്നെയാണ് പി.സി. ജോർജ് പറഞ്ഞു വെക്കുന്നത്. സഭയുടെ പിന്തുണ അടക്കമുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി പി.സി. ജോർജ് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. വേണു, ടോബി, ഇതിനു മുൻപ് ഈ കേരള കോൺഗ്രസ് പശ്ചാത്തലമുള്ള 2 പേർ പരീക്ഷണം നടത്തി കൈപൊള്ളി അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന് പി.സി. തോമസ്, കേന്ദ്രമന്ത്രി വരെ ആയി എങ്കിൽ പോലും ബി.ജെ.പിയുടെ ഭാഗമാവുകയല്ല ചെയ്തിട്ടുള്ളത്, എൻ.ഡി.എയുടെ ഭാഗമാവുകയാണ് ചെയ്തത്. ജോണി നെല്ലൂർ കളം മാറി അങ്ങോട്ടേക്ക് പോയി അതിവേഗം തന്നെ കൈപൊള്ളി തിരികെ എത്തുകയാണ് ജോണി നെല്ലൂർ. ഈ അനുഭവങ്ങളൊക്കെ ഉള്ളപ്പോഴും പി.സി. ജോർജ് ഇങ്ങനെ ഒരു എടുത്തുചാട്ടം നടത്തുന്നത് എന്തുകൊണ്ട്? തീർച്ചയായിട്ടും, അതായത് പി.സി. ജോർജിന്റെ അനുഭവം അത് തന്നെയാണ്. ഘടകകക്ഷിയായി നിൽക്കാനുള്ള, എൻ.ഡി.എയുടെ ഒരു ഘടകകക്ഷിയായി നിൽക്കാനുള്ള ഒരു നീക്കം അത് പലപ്പോഴും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പി.സി. തോമസിന്റെ അവസ്ഥ തന്നെയാണ്. പി.സി. തോമസ് സജീവമായി നിന്നു, അദ്ദേഹത്തിന് ഒരു സീറ്റ് ലഭിച്ചു, പക്ഷേ വിജയിക്കാൻ ടോബി ജോൺസണിലേക്ക് ഇപ്പോൾ ജെയ്ക്സി തോമസ് ഈ വിഷയത്തോട് പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ജേക്കബ്, പി.സി. ജോർജും അദ്ദേഹത്തിന്റെ ജനപക്ഷവും ബി.ജെ.പി ലയിക്കുകയാണ്. മധ്യകേരളത്തിലെ ഈ പുതിയ രാഷ്ട്രീയ നീക്കത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? പി.സി. ജോർജും അദ്ദേഹത്തിന്റെ അനുയായി വൃന്ദവും ഏറ്റവും ഒടുവിൽ അല്പം വൈകിട്ടാണെങ്കിലും എത്തേണ്ടടുത്ത് എത്തി എന്നുള്ളതാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ സാധാരണക്കാരായ മഹാഭൂരിപക്ഷം വരുന്ന മലയാളികളുടെയും മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു വികാരം. സംഘപരിവാർ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിൽ ഒരു പുതിയ രാഷ്ട്രീയ മാലിന്യം കൂടെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തി എന്നതിനുമപ്പുറം മധ്യ കേരളത്തിലും മറ്റെവിടെയും ഇത് യാതൊരു ചലനവും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാർത്തയല്ല. ജയിക്ക് ഒരു ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലത്തെ സന്ദർഭമല്ല, അതിനു മുൻപ് ഇരു മുന്നണികളുടെയും പിന്തുണയില്ലാതെ ജയിച്ചു കയറിയ ഒരു പശ്ചാത്തലം പി.സി. ജോർജിനുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ. അദ്ദേഹം അങ്ങനെ വിജയിച്ചു, അദ്ദേഹം ജനപ്രതിനിധിയായി നിയമസഭയിലെത്തി, പിന്നീട് അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സഞ്ചാരം
എങ്ങോട്ടാണ് എന്നൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇന്നേ വരെ കേരളം കണ്ടിട്ടില്ലാത്ത നിലയിൽ അത്ര കൊടിയ വർഗീയതയും അപരമത വിദ്വേഷവും ജാതീയതയും ഒക്കെ വെളിവാക്കുന്ന പ്രചരണങ്ങളും പ്രയോഗങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് സ്വാഭാവികമായി ഇപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും ഒടുവിൽ എത്തേണ്ടടുത്ത് എത്തി എന്ന പ്രയോഗത്തെ അന്വർത്ഥമാക്കും വിധം അദ്ദേഹത്തെ RSSന്റെ ചേരിയിലേക്ക്, സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ചേരിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് കാൽക്കാശിന്റെ ജനപിന്തുണ മധ്യ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്തോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നേ ഉള്ളൂ. അത് സമയമെടുത്ത് വിശകലനം ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ പ്രശ്നമാണെന്നേ തോന്നുന്നില്ല. ജയ്ക്ക്, PC അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന് സഭയുടെ പിന്തുണ ഉണ്ട് എന്നാണ്. അപ്പോൾ PCയുടെ മാത്രം ബുദ്ധിയിൽ ഉണ്ടായ ഒരു അവിവേകം എന്നതിനെ കാണാൻ കഴിയുമോ? അദ്ദേഹം ഏത് സഭയെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാലേ നമുക്ക് വ്യക്തമാകുള്ളൂ. ഏതായാലും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേരളത്തിലും മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചുമുള്ള ഹാർഡ് കോർ ആയിട്ടുള്ള ക്രിസ്ത്യൻ സഭകളെ സംബന്ധിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നതെങ്കിൽ അവർ തന്നെ അവരുടെ നിലപാട്, ഞാനല്ല, അവർ തന്നെ അവരുടെ നിലപാട് സമീപ ദിവസങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മണിപ്പൂർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കെയ്ക്കും വീഞ്ഞുമായി തങ്ങളുടെ അരമനകളിലേക്ക് വന്നതുകൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തോടോ RSSനോടോ ഉള്ള സമീപനം മാറുന്നതല്ല എന്ന സമീപത്ത് 2 ദിവസങ്ങൾക്ക് പുറകിൽ ലേഖനം എഴുതിയത് KCVCയുടെ കേരളത്തിലെ വ്യക്തമാണ്. അപ്പം സഭയെ സംബന്ധിച്ച് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മറ്റേത് സഭയാണെന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ്. ശരി, നന്ദി ജെയ്ക് തോമസ് പ്രതികരിച്ചതിന്. PC ജോർജും ജനപക്ഷവും BJP-യിൽ ലയിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് നൽകിയത്.